ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷീതു ലാപ്റ്റൽ. അപ്പം നമ്മളിന്നൊരു ആലപ്പുഴ ട്രിപ്പിൻ്റെ വ്ളോഗാണ് കേട്ടോ ചെയ്യണത്. അവിടെ നമ്മൾ ഹൗസ് ബോട്ട് പോയ കുറച്ച് വിശേഷങ്ങളും പിന്നെ കുറച്ച് അമ്പലങ്ങളൊക്കെ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു 5:45 ആകുമ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എറണാകുളം ആ വഴിക്ക് കുറച്ച് ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ കോട്ടയം വഴിക്കാണ് പോയത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ കോട്ടയം കഴിഞ്ഞ് നമ്മളിപ്പോൾ ആലപ്പുഴ എത്തി നമ്മൾ ആദ്യം പോണത് അമ്പലപ്പുഴ കൃഷ്ണൻ്റെ അമ്പലത്തേക്കാണ്. അപ്പോൾ അവിടെ ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഭയങ്കര ഭംഗിയുള്ളൊരു അമ്പലമാണ് കേട്ടോ അവിടെ. അമ്പലപ്പുഴ നമുക്കറിയാം, അമ്പലപ്പുഴ അമ്പലത്തിനേക്കാളും ഫേമസ് അവിടുത്തെ ഒരു പാൽപ്പായസമാണ്. എല്ലാവർക്കും അറിയാം, അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു പായസമാണിത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയത് തന്നെ ആ പായസം കുടിക്കാം, പിന്നെ ഒരു അമ്പലം കൂടെ തൊഴാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഒരു പശുവിനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കുളമുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഒരു പഴയ രീതിയിൽ തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു കുട്ടിയുടെ തുലാഭാരം ചെയ്യണം, അങ്ങനത്തെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലം അതട്ടെ നല്ല ഭംഗിയുള്ള എന്താ പറയുക, കുറേ മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു അമ്പലമായിരുന്നു അവിടെ. പിന്നെ അമ്പലപ്പുഴ പാൽപ്പായസം വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. രാവിലെ 7 മണിക്ക് മുമ്പ് അവിടെ പോയിട്ട് ബുക്ക് ചെയ്യണം. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് നമുക്ക് പായസം കിട്ടുക. അപ്പോൾ അതല്ല വെച്ചെങ്കിൽ നമുക്ക് അതിന് മുമ്പ്, അതായത് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ക്യൂ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടും, ഉറപ്പില്ല. അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അന്ന് നമ്മൾ പോയെന്ന് നമുക്ക് പായസം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ് പിന്നെ വീണ്ടും നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോയത്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന കുറച്ച് ചടങ്ങുകളാണ് കേട്ടോ. ആ പായസം കൊടുക്കുന്ന ആ സമയത്തുണ്ടായിരുന്ന കുറച്ച് ചടങ്ങുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. നമ്മൾ അമ്പലത്തിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു കേട്ടോ പായസം കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കുറേ ആൾക്കാരുണ്ടായിരുന്നു പായസം വാങ്ങാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ വലിയ വലിയ ടിന്നുകളൊക്കെ കൊണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അറ്റ് ലാസ്റ്റ് നമുക്ക് ആ പായസം കിട്ടി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പായസം. പറയണ പോലെ തന്നെ എന്താ പറയുക, അത്രയും ടേസ്റ്റുള്ളൊരു പായസമായിരുന്നു അത്. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഹൗസ് ബോട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ ടൈം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ 12 മണി ടു പിറ്റേ ദിവസം മോർണിംഗ് 9 o'clock വരെയാണ്. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ടിലേക്ക് കയറുകയാണ്. നല്ല ഭംഗിയുള്ളൊരു ഹൗസ് ബോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ 2 ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പതുക്കെ പറയാം കേട്ടോ. അതിനുശേഷം നമുക്ക് ബെഡ്റൂംസ് കാണിച്ചു തന്നു. ബെഡ്റൂംസ് നല്ല ഭംഗിയുള്ളൊരു ബെഡ്റൂമായിരുന്നു കേട്ടോ. ആ മേലത്തെ ലൈറ്റിങ്സും എല്ലാം നല്ല ഭംഗിയായിരുന്നു. പിന്നെ കണ്ടപ്പോൾ നമ്മൾ എന്താ പറയുക, ശരിക്കും ഒരു ഇതായി പോയി. ഞാൻ ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും റിച്ച് ആയിട്ടുള്ള ഹൗസ് ബോട്ടിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത്. പിന്നെ നല്ലൊരു മിറർ ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂമൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ഹൗസ് ബോട്ടിനുള്ളിൽ ഇത്രയും സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് നമുക്കൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ ഒരു നല്ലൊരു മിറർ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു കബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു കബോർഡ് ഉണ്ടായിരുന്നു. നമ്മൾ 3 ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ടുള്ള ലൈറ്റിങ്സൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇപ്പോൾ 3 ബെഡ്റൂമും ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ വലിപ്പവും ഇൻറ്റീരിയലൊക്കെ ഒരേപോലെ തന്നെയായിരുന്നു. കുഞ്ഞി ഡിഫറൻസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2ാമത്തെ ബെഡ്റൂമാണത്. അതിൻ്റെയും ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അങ്ങനെ നല്ല ഇതാണ് കേട്ടോ 3rd ബെഡ്റൂം. അപ്പം ഇതിൻ്റെ മാത്രമാണ് കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കബോർഡിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ബ്ലാങ്കറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ റൂമിലും എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബെഡ്റൂമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മേലേക്ക് ഒന്ന് കയറാൻ തോന്നി. അപ്പോൾ ചെറിയ സ്റ്റെപ്പാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. മേലെ ഇങ്ങനെയാണ് കേട്ടോ ഒരു സെറ്റി ഉണ്ടായിരുന്നു. പിന്നെ 2 സൈഡിലും ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നമുക്ക് നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണാനുള്ള സെറ്റിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ നമുക്ക് ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കി തന്നു. പിന്നെ അതൊരു എന്താ പറയുക, ഒരു മുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു ലൈം ജ്യൂസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്നതിന് ശേഷം ബോട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാണ്.
അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ പറയാം കേട്ടോ. നമുക്ക് ആലപ്പുഴയുടെ ഒരുപാട് വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വെച്ചാൽ അത് ഓടിച്ചിരുന്ന ഒരു അങ്കിള് അവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞു. അവിടുത്തെ ജീവിത രീതിയും പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ കാണാം. അപ്പോൾ ഓടിച്ചിരുന്ന ആള് വന്നിട്ട് നമ്മളോട് വന്നിട്ട് പറഞ്ഞു മഴ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാ മനസ്സിലായി മഴ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിങ്ങനെ മാനത്ത് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പം നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇനി ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ലഞ്ചിന് ഇത്രയും കറികളാണ് ഉണ്ടായിരുന്നത്. പിന്നെ കരിമീൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ നല്ലൊരു മോരുകറി ഉണ്ടായിരുന്നു, ഒരു സാലഡ് ഉണ്ടായിരുന്നു, ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു തോരൻ ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ നല്ല ചൂടുള്ള ചോറുണ്ടായിരുന്നു. അപ്പം നമ്മളതൊക്കെ കഴിച്ച് അതൊക്കെ കൂട്ടി നന്നായിട്ട് ലഞ്ച് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിതൊക്കെ കണ്ടപ്പോൾ ഒന്നും കൂടെ വിശപ്പായി. ബോട്ടിലും ലഞ്ചും എല്ലാം കണ്ടപ്പോൾ കുറച്ചുകൂടി വിശപ്പായി. പിന്നെ അവർ ഇത് കവറൊക്കെ ഇട്ടു. അവർക്ക് മഴ പെയ്യുന്നുള്ളത് അവർക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഇപ്പം എന്ന് വെച്ചാൽ അവർ ഡെയിലി അതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്തു. പിന്നെ കുറേ ഹൗസ് ബോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ, പാക്കേജസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഓടിച്ചിരുന്ന ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആളൊരു വീട് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ വീട് ഇങ്ങനെ തറയിൽ നിന്ന് നന്നായിട്ട് ഇറങ്ങിയിട്ടിരിക്കണം. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ മണ്ണിന് ഇതില്ല, സ്ട്രോങ് അല്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വീടുകൾ ഇങ്ങനെ താഴ്ന്നു പോവാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ വീടുകൾ ഇട്ടിട്ട് പോവാണ് താമസിക്കാൻ പറ്റാണ്ട്. പിന്നെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഓരോരോ വഞ്ചികളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ വീട്ടിൽ സൈക്കിള് ബൈക്കൊക്കെ ഇല്ലേ, അതുപോലെയാണ് അവർക്ക് വഞ്ചികളും. എല്ലാ വീട്ടിലും അവരവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ചുള്ള ഓരോരോ വഞ്ചികൾ ഉണ്ടാവും എന്നൊക്കെ ആളിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഞാൻ ആളോട് സംസാരിക്കുന്ന കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, പക്ഷെ ആൾ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. എന്തിങ്ങോട്ടിങ്ങോട്ട് പാലം വെക്കാത്തത് കഴിവില്ല. ഇപ്പൊ തന്നെ കേരളം ഒരു ദുരന്തമായിട്ട് മാറി നിൽക്കല്ലേ ഇത്. കാരണം അത് സഹായിക്കാൻ ഇത് സിംഹാടന്മാരും മറ്റുള്ളവരെ കൊണ്ട് കൊടുക്കുന്നത് ഇതിന്റെ പകുതി അവർ കട്ടെടുക്കും. ഇല്ലാത്ത പ്രതീക്ഷയാണ്. വേറെ രാജ്യത്താണ് ഇതുപോലെ വെള്ളം കിടക്കുന്നില്ലേ. ഈ ടൂറിസങ്ങൾ തന്നെ കോടികൾ ഉണ്ടാക്കാം. അറിയില്ല, കാരണം കിഴക്കിന്റെ വേദീസ് എന്നറിയപ്പെടും ഇത്. പക്ഷെ അതുകൊണ്ടല്ല രക്ഷപ്പെട്ടു. സീസൺ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ ഉണ്ടാകും. എന്നുവെച്ചാൽ കംപ്ലീറ്റ് യൂറോപ്യൻസ് ആയിരിക്കും. വള്ളംകളിക്ക് കുറെ പേര് ചാടും. ഓഗസ്റ്റ് സെക്രട്ടറി ഫേമസ് വാട്ടർ ചെല്ലേ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നടക്കുന്ന വീടുകളിലെ വാതിലൊക്കെ കിട്ടും. ഫുഡ് കൊടുക്കുന്ന ഇതിനകത്ത ഒരു പന്തല് മനസ്സിലായ ഇതിന്റെ എന്താ സംഭവം എന്നറിയാവോ? ഒരു വീട്ടുകാരെ വിളിച്ചിട്ട് പിന്നെ മല ഇതിനകത്ത പന്തെല്ലാം സ്ഥലമില്ല. അതാണ് ഇത് ഇവിടുത്തെ ഇവിടുത്തെ ബസ്. ഇത് ബസ് സ്റ്റോപ്പാണ്. ഇതിനെ മാത്രം ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഇതിന്റെ ഷാർപ്പ് ടൈം അവർക്കറിയാം. അറിയില്ല, നമ്മൾ സിനിമയിൽ കാണുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഗുജറാത്തിനെ കുറിച്ച് അറിയാം. കാരണം മഴക്കാലത്തൊക്കെ വരണം ഇവിടെ ശക്തമായ മഴ നടന്നില്ലേ, അപ്പോഴൊക്കെ ആ മെല്ലി വെള്ളം ഈ കൽക്കട്ടിന് മുകളിൽ വരും. അത് അങ്ങോട്ട് തോന്നിക്കാറ്. സാമ്പത്തികം കുറവുള്ള ആൾക്കാർ ഇതിന് പോകുമ്പോൾ അല്ലാത്തവർക്ക് ബോട്ടുണ്ട്. കിടക്കണുണ്ട്. ഒരു ട്രാവലറാണ് ഇത്. കല്യാണ വീട്ടിലേക്ക് അവരെ കൊണ്ട് പോകും. ചത്ത് കഴിഞ്ഞാൽ ശ്മശാന ഈ കാര്യങ്ങളെങ്കിലും ഇല്ല. ബോട്ട് വെച്ചിട്ട് വേറെ സ്ഥലത്ത് പോകണം. അവിടെ
ഞാൻ ഇമാജിൻ പോലും ചെയ്യാത്ത ഒരുപാട് ആലപ്പുഴയിലെ വിശേഷങ്ങളാണ് കേട്ടോ കേട്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരിക്കും, കല്യാണത്തിന് സദ്യ കൊടുക്കുന്നത് ഒരു ബോട്ടിലാണ്. എന്നുവെച്ചാൽ ആ സമയത്ത് ആ ബോട്ട് അവിടെ വന്ന് നിൽക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഭക്ഷണം കഴിക്കുക. പന്തലിടാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് അവർ കല്യാണങ്ങളൊക്കെ നടത്തണത്. പിന്നെ അവിടെ ശ്മശാനല്ലേ, അപ്പോൾ അതിന് കൊണ്ടുപോകാനുള്ള ബോട്ട്, പിന്നെ കല്യാണ ചെക്കനെയും പെൺകുട്ടീനെയും കൊണ്ടുപോകാനുള്ള ബോട്ട്, പിന്നെ അവിടുത്തെ എന്താ പറയുക ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബോട്ട് ജെട്ടി. അങ്ങനെ ഒരു ലൈഫ് ഉണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും അതൊന്ന് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ലൈഫാണ് അവിടെ ആലപ്പുഴക്കാരുടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഈ ബോട്ടല്ലാണ്ട് വേറെ ഇപ്പം ഒരു എമർജൻസി കേസുമായിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ ബോട്ട്. ഇപ്പൊ നമ്മൾ പോകുന്ന 2 സൈഡ് വഴിയിലല്ല. അപ്പോൾ അവിടെ ട്രാൻസ്പോർട്ടിന് ബോട്ട് മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും സ്പീഡ് ബോട്ടിലാണ് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരുപാട് വീടുകൾ താഴ്ന്നു പോയത് കാണിച്ചു തന്നിട്ടാ. നമുക്കറിയാം വീടുകൾ നാശമായി കഴിഞ്ഞാലുള്ള നമ്മുടെ അവസ്ഥകൾ. അപ്പോൾ ചളി ആയതുകൊണ്ടാണ് ഇങ്ങനെ താഴ്ന്നു പോണത് എന്നാണ് പറയണത്. കുറേ ആൾക്കാർ അവിടെ വീടുകൾ ഇട്ടിട്ട് പോയിട്ടുണ്ട്, പിന്നെ കുറേ ആൾക്കാർ സെയിലിന് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതാരും വാങ്ങുന്നില്ല എന്നൊക്കെയാണ് ആൾ പറയണത്. പിന്നെ ആൾ പറഞ്ഞത് കടലിനേക്കാളും താഴ്ന്ന പ്രദേശമാണ് ഇത്, അവിടെ കൃഷി ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ സൈഡിലെ പാടങ്ങളൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. എന്താ പറയുക, വെള്ളത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ പാടം കാണാന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ആൾ പറഞ്ഞാൽ ആ കുറച്ചും കൂടെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഹൗസ് ബോട്ടിൽ നിന്ന് തന്നെ ചെറിയ വഞ്ചിയിൽ കയറി അവിടെ ചെറിയ കനാലുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകട്ടോ, നമുക്ക് ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തിട്ട്. പക്ഷെ നമ്മൾ പോയില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കുറേ ഹൗസ് ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ട് നിർത്താൻ പോവാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലഞ്ച് ടൈമിൽ അവർ ഒരു 1 hour നിർത്തിയിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് കുറേ സമയമായി. അപ്പോൾ അവർക്ക് ലഞ്ച് കഴിക്കണ്ടേ, അപ്പോൾ അവർ അത് നിർത്തിയിടാൻ പോകും. അപ്പോൾ ആളിങ്ങനെ പറയായിരുന്നു കേട്ടോ, ഹൗസ് ബോട്ടിന് ക്ലച്ചും ബ്രേക്കൊന്നും ഇല്ല. അപ്പോൾ അവരിങ്ങനെ സൈഡാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ട് നമ്മൾ ഒരു കയറിട്ടിട്ട് അവിടെ കെട്ടി വെക്കുകയാണ് ചെയ്യണത് ബോട്ട്. അപ്പോൾ അങ്ങനെ ഒരു സൈഡാക്കാൻ പോവാണ്. അപ്പോൾ ആ സ്ഥലത്ത് ഒരുപാട് ഹൗസ് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലഞ്ച് ടൈമിൽ തന്നെ എല്ലാവരും ഈ ടൈമിൽ ബ്രേക്ക് ടൈമാണ്. അപ്പോൾ എല്ലാവരും ഈ സമയത്തൊന്ന് സൈഡാക്കിയിട്ട് ബ്രേക്ക് എടുക്കുന്ന ടൈമാണെന്നാണ് തോന്നുന്നത്. പിന്നെ ആളുടെ ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നന്നായി സംസാരിക്കുന്ന ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുന്ന ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനും അവിടുത്തെ ഓരോ വിശേഷങ്ങളൊക്കെ അറിയാനും. അപ്പോൾ ആളിങ്ങനെ കടലിൽ പോവാറുണ്ട്. അപ്പോൾ ക്യാപ്റ്റനാണ്, കടലിൽ പോണ ബോട്ടിൻ്റെ ക്യാപ്റ്റനാണ്. 10 വയസ്സ് മുതൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്, കടലിൽ പോകാനൊക്കെ തുടങ്ങിയതാണ്. ഇപ്പോൾ 60 വയസ്സായി. അപ്പോൾ ആൾക്ക് അത്ര എക്സ്പീരിയൻസാണ്. ഞാൻ വന്നോടനെ ആളിങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് ഇപ്പം മഴ പെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് ആൾ അപ്പോഴേക്കും ഷീറ്റൊക്കെ എടുത്തിട്ടു. അപ്പോൾ ആൾ പറഞ്ഞ ആൾക്കിങ്ങനെ മഴ പെയ്യണതും ഇങ്ങനെ കാറ്റ് വരുന്നതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അതൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്നുവെച്ചാൽ അത് അവരുടെ ഒരു ജീവിത രീതിയും കഴിവുകളും അങ്ങനെയൊക്കെ നല്ല രസമാണ് അതൊക്കെ കേൾക്കാൻ. നമ്മുടെ ബോട്ട് കറക്റ്റ് ആ പാടത്തിൻ്റെ സൈഡ് തന്നെയായിട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമായി, അവിടേക്കൊക്കെ ഒന്ന് ഇറങ്ങാമല്ലോ. അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു വർഷത്തിൽ 2 പ്രാവശ്യം കൃഷി ചെയ്യും. 132 ദിവസമാണ് ഇവിടെ കൃഷിയുടെ ടൈം. എല്ലാ സ്ഥലത്തും ഒരു പ്രാവശ്യം കൃഷി ചെയ്യുള്ളൂ, പക്ഷേ ഇവിടെ 2 പ്രാവശ്യം കൃഷി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളമുണ്ട്, പാടത്ത് വെള്ളമില്ല, അപ്പോൾ ഈ വെള്ളം അങ്ങോട്ട് പോവില്ലേ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു വെള്ളം പോവും, പക്ഷെ അതിങ്ങനെ പമ്പ് ചെയ്ത് കളയും. അങ്ങനെയാണ് ഇവിടെ കൃഷി ചെയ്യണമെന്നാണ് ആൾ പറഞ്ഞത്. അപ്പം നമ്മുടെ ഹൗസ് ബോട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ലഞ്ച് ടൈമാണ്, അപ്പോൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുക, അപ്പോൾ നിങ്ങളിപ്പോൾ അതൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് നടന്നോളൂ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം, ആ പാടം ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഒരു വഞ്ചി അല്ലെങ്കിൽ ഒരു ചെറിയ ബോട്ട് ഉണ്ടാവും. ചില സ്ഥലത്ത് ഇങ്ങനെ മോട്ടറൊക്കെ വെച്ചിട്ടുള്ള ബോട്ടാണ്, ചില സ്ഥലത്ത് നോർമൽ വഞ്ചീസാണ്. അപ്പോൾ ഇവരുടെ ആവശ്യത്തിന് എല്ലാ വീട്ടിലും, നമ്മുടെ വീട്ടിലിപ്പോൾ ബൈക്കും സ്കൂട്ടറൊക്കെ ഉള്ള പോലെ തന്നെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കാണാനൊരു കൗതുകമാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കുട്ടനാടിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഇവിടെ ഒരു വീട് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ആ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചെളിയാണ്. അപ്പോൾ വീടുകളൊക്കെ താഴ്ന്നു പോവാം. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഇവിടെ നിന്നെല്ലാം മാറിപ്പോവാന്നാണ് പറയണത്. പക്ഷെ ഇവിടെ ആരും പിന്നെ പ്ലോട്ടുകളൊന്നും ഇട്ടാലും ആരും ഇങ്ങനെ വാങ്ങുന്നില്ല എന്നൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അറിയണത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ. നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ, പക്ഷേ ഇത് ഇങ്ങനെയാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വഴി. ഒരു സ്കൂട്ടി അല്ലെങ്കിൽ ഒരു ബൈക്കൊക്കെ പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവർക്ക് എന്തെങ്കിലും മരണം അല്ലെങ്കിൽ കല്യാണം പിന്നെ അസുഖങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വള്ളത്തിൽ തന്നെ പോകാമെന്ന് പറഞ്ഞത്. ശരിക്കും വള്ളം തന്നെയാണ് ഇവരുടെ എല്ലാം എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ കൃഷിസ്ഥലം. വർഷത്തിൽ 2 പ്രാവശ്യം കൃഷി ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ശരിക്കും കാണുന്നില്ല കേട്ടോ. ഞാൻ അപ്പുറത്ത് പോയി കാണിച്ചു തരാം. ഇതൊരു ഭംഗിയാണെന്ന് അറിയാം ഇവിടെ കാണാൻ. ഒരു സൈഡിൽ വെള്ളം, അപ്പുറത്തെ സൈഡ് പാടം. അത്രയും ഭംഗിയാണ് കേട്ടോ കാണാൻ. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് തോന്നുന്നു. വഞ്ചികൾ, കുറേ കുഞ്ഞു കുഞ്ഞു വഞ്ചികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ നിർത്തിയ സ്ഥലം അടിപൊളിയായിരുന്നു കേട്ടോ. പാടത്തിൻ്റെ സൈഡിൽ നല്ലൊരു മരം അങ്ങോട്ട് ചാഞ്ഞിങ്ങനെ കിടക്കണ്ടായിരുന്നു. നമുക്ക് പാടത്തേക്ക് വേണമെങ്കിൽ ഇറങ്ങായിരുന്നു. പക്ഷെ നോക്കിയപ്പോൾ ഭയങ്കര ചളി. അപ്പോൾ ഒരു പേടി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ ഹൗസ് ബോട്ടിലുള്ളവർ നമ്മൾ നടന്ന് കുറേ ദൂരം എത്തി. അപ്പോൾ എന്തെങ്കിലും വിളിച്ചാൽ അവരെ കേൾക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നോക്കിയപ്പോഴും ചേച്ചി ഇങ്ങനെ ഡ്രസ്സ് വാഷ് ചെയ്യാനും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നിന്നു. പിന്നെ ചേച്ചി നമ്മളെ കണ്ടപ്പോൾ സംസാരിച്ചിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടോ. ഞാൻ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് കയറുമ്പോഴാണ് കേട്ടോ ഇത് ശ്രദ്ധിച്ചത്. ഈ അവർ തിരിക്കുന്ന ഹാൻഡിലിൻ്റെ മുകളിലൊരു കുഞ്ഞൊരു വീട്. പിന്നെ നമ്മൾ കളിച്ച് നമ്മുടെ ഒരു ബോള് താഴെ പോയിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ചേട്ടൻ പറഞ്ഞു അത് എടുത്തു തരാം, കുഴപ്പമില്ല, കുട്ടികൾ കളിക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് അവരത് എടുത്തു തന്നു കേട്ടോ. മഞ്ചിങ്ങനെ പതുക്കെ അടുപ്പിച്ചിട്ട് ആ ചേട്ടൻ അത് എടുത്തു തന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സന്തോഷമായി. പിന്നെ പിള്ളേരും ഭയങ്കര ഹാപ്പിയായി ആ ബോൾ തിരിച്ചു കിട്ടിയപ്പോൾ. പിന്നെ ആൾ പറഞ്ഞു ഇവിടെ ഒരു ഷോപ്പുണ്ട്, അപ്പോൾ നമുക്ക് രാത്രി ഡിന്നറിന് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിഷും പ്രോണോ അങ്ങനെയൊക്കെ നമുക്കിവിടെ നിന്ന് വാങ്ങാം. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കുക്ക് ചെയ്ത് തരും എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ നമ്മളത് വാങ്ങിയില്ല. നമ്മൾ അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ മെനുവിൽ അത്യാവശ്യം ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേറെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല. നമ്മൾ കള്ള് പറഞ്ഞു. കള്ള് അവിടെ ചെത്തിയിട്ട് ഭയങ്കര ഫ്രഷായിട്ട് കിട്ടും പറഞ്ഞു. അപ്പോൾ അത് മാത്രം പറഞ്ഞോളൂ, വേറെ ഫിഷ് ഐറ്റംസ് ഒന്നും വേണ്ട പറഞ്ഞു. പിന്നെ ആൾ പറഞ്ഞൊരു വിശേഷം എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഇവിടെ ഒരു ബോട്ടിൽ ചെറിയ ഹോസ്പിറ്റൽ പോലെ ഉണ്ട്. അപ്പോൾ ചെറിയ അസുഖങ്ങൾക്കൊക്കെ അവർ വന്ന് മരുന്നൊക്കെ കൊടുത്ത് പരിശോധിച്ചിട്ട് പോകുന്നതാണ് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും എമർജൻസി കേസ് വന്നിട്ട് വെച്ചെങ്കിൽ നമ്മൾ ടാക്സി ഒക്കെ വിളിക്കണ പോലെ ഇവിടെ സ്പീഡ് ബോട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടാണ് അവർ പോകാമെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ കാണുമ്പോൾ കുഞ്ഞു ചെറിയ വീടുകളാട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ വലിയ വീടുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ കൂടുതലും കൃഷിക്കാരാണ്. പിന്നെ കുറച്ച് വലിയ വീടുകളൊക്കെ ഗൾഫിൽ പോയ ആൾക്കാരുടെ വീടുകളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇപ്പോഴും സാമ്പത്തിക ശേഷി കുറച്ച് കുറവുള്ള ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രണ്ടിലൊരു ബോട്ട് കൊണ്ടായിരുന്നു. അത് ഇത്തിരി ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ചെരിഞ്ഞിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അത് അങ്ങനെയാണ് ആ ബോട്ട്. അപ്പോൾ നമ്മളത് എടുക്കുമ്പോൾ നോക്കിയെടുക്കണം, ചെറിയ കാറ്റ് വന്ന് അത് മറിഞ്ഞു പോവും. അപ്പോൾ പക്ഷെ അവർ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഗസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ അവിടുത്തെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമ്മളിങ്ങനെ കാണുന്ന പായലില്ലേ, അത് നല്ല വെള്ളത്തിലുണ്ടാവുന്ന പായലാന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പോട്ട് പോവില്ല. അപ്പോൾ സർക്കാർ വന്നത് ക്ലീൻ ചെയ്യും. പിന്നെ ഇടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് എവിടെ നിന്നാണ്. അപ്പോൾ പറഞ്ഞത് വേറെ സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. ഇവിടുത്തെ ആൾക്കാർ കുടിവെള്ളമാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ആരും ഇവിടെ വേസ്റ്റും കാര്യങ്ങളും അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവർ ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. ഐലൻഡിൻ്റെ ഒരുപാട് ഹൗസ് ബോട്ടുകളുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് സ്പീഡ് ബോട്ടിൽ കയറണോ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസാണ്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ആയോ എന്ന് പറഞ്ഞു. പക്ഷേ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. ഒരാൾക്ക് 350 വെച്ചിട്ടാണ് അവർ പേ ചെയ്യണത്. പക്ഷേ എന്തോ ആളിങ്ങനെ കുറേ പറഞ്ഞപ്പോൾ നമ്മൾ ശരി അതിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് പോവാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറി. അപ്പോൾ ഫോൺ എടുക്കണ കുറച്ച് റിസ്ക്കാണ് പറഞ്ഞു, പക്ഷേ ഞാൻ എടുത്തു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഹൗസ് ബോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഈ സ്പീഡ് ബോട്ടിൻ്റെ എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളവിടെ വീണ്ടും സ്പീഡ് ബോട്ട് കഴിഞ്ഞ് കിച്ചണിൽ കയറിയപ്പോൾ അവിടെ ഡിന്നറിനുള്ള ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല സ്മെല്ലടിച്ചപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് കയറി നോക്കിയതാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. പിന്നെ മോള് കുറേ നേരം ബോട്ട് ഓടിച്ചു. മോൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആളുടെ വിചാരം ആളാണ് ഓടിച്ചിട്ടാണ് ഇത് പോകണമെന്നാണ് വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആള് അതിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വെളുപ്പിന് പോയാൽ ഒരു ചില സമയത്ത് ഒരു 5 മണി 6 മണിയാകുമ്പോൾ നമ്മൾ കരയിൽ വരും. രാത്രി വൈകിട്ട് ഇന്നലെ വന്നപ്പോൾ 8 മണിയായി വീട്ടിൽ വന്നപ്പോൾ. ചിലപ്പോൾ നല്ല പോലെ പൈസ കിട്ടും. കൊറോണ ടൈമിൽ ഇവിടെ എല്ലാവരും കുത്തിയിരിക്കാൻ ഒരു പണിയുമില്ല. ബോട്ടൊന്നും കൊടുക്കുന്നില്ലല്ലേ. ഞാനിവിടെ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് അവിടെ കാശിലും മാതാവെന്ന് പറഞ്ഞ ഒരു വള്ളം നനച്ച് ഓപ്പറേറ്റ് ചെയ്ത് ഇവിടുന്ന് ഒരുപാട് ആളെ കൊണ്ടുപോയി. എല്ലാത്തിനും കൊറോണ അടിച്ചു തിരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണേ. 21 ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോയി. എനിക്ക് ഒരുപാട് പൈസ കിട്ടി. കടങ്ങളൊക്കെ വീട്ടിൽ ഒരുപാട് കാശ് കിട്ടി അവിടെ പഠിക്കുന്നത്. പിന്നെ ആളാളെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, കടലിൽ പോണ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്കും ബോട്ട് ഓടിക്കാനൊരു ആഗ്രഹം. നമ്മുടെ ലൈഫിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അപ്പോൾ ആളിങ്ങനെ പറയണ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക അത്ര വേണ്ട കേട്ടോ. വലിയ പണിയൊന്നല്ല, എന്നാലും നല്ല രസമായിരുന്നു അത്. പിന്നെ എനിക്ക് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ബോട്ട് നമ്മൾ പോയ സ്ഥലത്ത് നിന്ന് തന്നെ അവിടെ തന്നെ തിരിച്ചു വന്നു കേട്ടോ. ഒരു 6 മണിക്ക് ശേഷം ബോട്ട് കായലിലേക്ക് ഇറക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ സ്റ്റേ അവിടെ സൈഡിലാണ്. ആ സമയത്ത് നമ്മളൊരു ബോട്ട് ജെട്ടിൽ പോയപ്പോൾ ഒരു ബോട്ട് വന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതിൽ. പിന്നെ വഞ്ചിയിൽ കയറാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ജാനും കൂടിയിട്ട് ഞങ്ങൾ 2 ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനൂട്ടിയും കൂടിയിട്ട് ഇരുന്നു, ഏറ്റവും ബാക്കിലിരുന്നു. പിന്നെ ബാക്കിയെല്ലാവരും ഓരോരോ സൈഡിലായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു കടത്ത് വഞ്ചിയാണ്. അപ്പോൾ അങ്ങോട്ട് കടക്കാൻ 10 രൂപ എന്ന് പറഞ്ഞ ഒരാൾക്ക്. അങ്ങനെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വഞ്ചിയിൽ കയറാനൊരു ആഗ്രഹം, അങ്ങനെയാണ് കേട്ടോ നമ്മളിതിൽ കയറിയത്. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒന്ന് കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പേടി ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു വഞ്ചിയിലിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വീഡിയോ എടുത്തത് കുറച്ച് തെറ്റിപ്പോയി. അങ്ങനെ നമ്മൾ തിരിച്ച് വരികയാണ് കേട്ടോ അങ്ങോട്ട്. പിന്നെ നമ്മൾ നൈറ്റ് കുറേ ദൂരം അങ്ങോട്ടൊക്കെ നടന്ന് പാടമൊക്കെ കണ്ടു. പിന്നെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ കൊതുക് കയറുമെന്ന് പറഞ്ഞിട്ട് അവിടെ കർട്ടനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മളൊരു ചെറിയ റിസോർട്ടിലൊക്കെ പോണ ഒരു ചെറിയൊരു ഫീലായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നൈറ്റ് റൂംസിലൊക്കെ ഞങ്ങൾ വരുമ്പോൾ അവർ ലൈറ്റൊക്കെ ഇട്ട് AC ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ രാത്രി റൂംസിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചപ്പോൾ. മേലത്തെ ഒരു ലൈറ്റും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡിന്നറിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ചൂടുള്ള ചപ്പാത്തി ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാം നല്ല ഹോട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. അവിടെ തന്നെയാണ് അവർ കുക്ക് ചെയ്യണത്. അപ്പോൾ നമ്മളതിൻ്റെ കറിയുടെ ഒക്കെ സ്മെല്ലടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കിച്ചണിൽ പോയി നോക്കിയതാണ്. പിന്നെ നമ്മൾ ഡിന്നറിൻ്റെ ടൈമായിട്ടോ. അപ്പോൾ നല്ലൊരു ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചോറ്, ഒരു തോരൻ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു പരിപ്പ് കറി ഉണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ചോറ് വേണ്ടവർക്ക് ചോറ് എടുക്കാം, ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി എടുക്കാം. അങ്ങനെയാണ് കേട്ടോ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീറ്റിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത്. എന്താ പറയുക, കർട്ടൻ തുറന്നപ്പോൾ നിറയെ വെള്ളം, പിന്നെ അവിടുത്തെ ഒരു കാറ്റും ആ വെളിച്ചവും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അവിടെ. പിന്നെ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ പാക്കേജ് പറയാം. നമ്മുടെ ഹൗസ് ബോട്ടിന് 15,000 രൂപയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് ഫുഡ് അടക്കം. എന്ന് വെച്ചാൽ അവരുടെ ടൈം എന്ന് പറഞ്ഞു വെച്ചിങ്ങനെ
12 PM ടു മോർണിംഗ് 9 AM ആണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ പാക്കേജ്. ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ റേറ്റ് വരിക. ചില ടൈമിൽ ഇവിടെ ഒരു ബെഡ്റൂമിന് 10,000 വെച്ച് വരെ അവർ കൊടുക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സീസൺ ടൈം അല്ലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. നല്ല പൂരിയും പിന്നെ ഒരു പൊട്ടാറ്റോ കറിയാണ് ഉണ്ടായിരുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു പൂരി, നല്ല ഫ്രഷും ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ ബോട്ട് നമ്മുടെ അടുത്ത് മോർണിംഗ് അപ്പം അങ്ങനെ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. മോർണിംഗിലാണ് നമ്മൾ എല്ലാം ഫോട്ടോസൊക്കെ എടുത്തത്. പിന്നെ മോർണിംഗ് എണീറ്റ് എനിക്ക് ഈ പ്ലേസ് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ കോഫി കുടിച്ചിട്ടായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ. പിന്നെ നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഇനി നമ്മൾ ചക്കുളത്താവ് അമ്പലത്തേക്കാണ് കേട്ടോ പോണത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അമ്പലത്തിൽ പോണത്. നല്ല ഭംഗിയുള്ളൊരു വഴി കൂടിയാണ് കേട്ടോ നമ്മൾ പോണത്. ആലപ്പുഴയുടെ ഭംഗി നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ അമ്പലത്തിലെ എൻട്രൻസിലേക്ക് കയറി കേട്ടോ. ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നല്ല ഭംഗിയുള്ള ഒരു അമ്പലമായിരുന്നു കേട്ടോ ചക്കുളത്തുകാവ്. നമ്മളെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ അമ്പലത്തിനെ പറയണത്. ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത്ര കാര്യമായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളവിടെ പോണ സമയത്ത്. അമ്പലത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുളമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കുളം. അവരാണെങ്കിൽ നല്ല ഭംഗിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലെ 2 ഭാഗത്തായിട്ട് 2 വലിയ ആനകളുടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഒരു ആനയുടെ ഒരു വലിപ്പമുള്ള 2 സ്റ്റാച്ചു ആയിരുന്നു. പിന്നെ അമ്പലത്തിൽ ഇങ്ങനെ നാവറ് പാടുന്നുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. അതിൻ്റെ ചുറ്റും കാണുന്ന കുറച്ച് വീഡിയോസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്പീഡിൽ മണ്ണാർശാല പോയി. എന്ന് വെച്ചാൽ അവിടെ ടൈമിങ് 11:30 വരെ ഉള്ളൂന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മൾ മണ്ണാർശാല എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് മണ്ണാറശാല അമ്പലം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും മണ്ണാർശാല കുറച്ച് ഫേമസ് ആണ്. ഇങ്ങനെ കുറേ ഓരോ ട്രഡീഷനൊക്കെ ഉണ്ട്. മണ്ണാർശാല ഉരുളി കമഴ്ത്തിയ കുട്ടികളുണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കുറേ കേട്ടിട്ടുണ്ട് ഈ അമ്പലത്തിനെ പറ്റിയിട്ട്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോയി. പിന്നെ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കുറേ നേരം നോക്കി നിന്നു. പിന്നെ അവിടെ കാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോണ വഴിയാണ്. അത് നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ കാവുകളൊക്കെ വളരെ കുറവാണല്ലോ. ഇപ്പം നമ്മുടെ പ്രകൃതിക്ക് ആവശ്യമുള്ള കുറേ സംഭവങ്ങളാണ് ഇതൊക്കെ. ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മളിങ്ങനത്തെ ഓരോ ട്രഡീഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളത് നമ്മളെ പ്രകൃതിക്കും കൂടിയിട്ട് വേണ്ടിയിട്ടുള്ളതാണെന്ന് വെച്ചാൽ. ഇങ്ങനെ ചെറിയ ചെറിയ കാവുകളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഫോറസ്റ്റ് പോലെയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭൂമിക്ക് ആവശ്യമാണ് തോന്നണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ട്രഡീഷൻ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ മണ്ണാർശാല അമ്പലത്തിലൊക്കെ പോയി നമ്മളെ ഫ്രണ്ട്സിൻ്റെ അവിടെ പോയി അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. നമ്മുടെ ലൈഫ് ലോങ് ആ മെമ്മറീസ് എന്തായാലും ഉണ്ടാവും. പിന്നെ ഞാൻ ഈ ഹൗസ് ബോട്ടിൻ്റെ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടിച്ചെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് നോക്കാം. ക്രൂസ് ലാൻഡ് എന്നായിരുന്നു കേട്ടോ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ അവരുടെ പേര്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.